ചെങ്കോൽ മറന്നൊരു രാജാവേ, നിന്നെപ്പോലാകാനെന്നു കഴിയും, നിന്നെപ്പോലാകാൻ എന്നു കഴിയും. ഇതൊരു സംഗീത ധ്യാനമാണ്, ദൈവവചന ധ്യാനം തന്നെ. പക്ഷേ ധ്യാന ചിന്തകൾ നമ്മൾ ഗാനങ്ങളിലൂടെ അവതരിപ്പിക്കുമെന്ന് മാത്രം. നമുക്ക് ഈ കൊച്ചു പാട്ടോടുകൂടി ഈ ശുശ്രൂഷ ആരംഭിക്കാം. വൈക്കോലിൽ പൂവിട്ട കാരുണ്യമേ, ചെങ്കോൽ മറന്ന രാജാവേ. നിന്നെപ്പോലാകാനെന്നു കഴിയും, നിന്നെപ്പോലാകാനെന്നു കഴിയും, നിന്നെപ്പോലാകാനെന്നു കഴിയും, നിന്നെപ്പോലാകാനെന്നു കഴിയും. വൈക്കോലിൽ പൂവിട്ട കാരുണ്യമേ, ചെങ്കോൽ മറന്ന രാജാവേ, നിന്നെപ്പോലാകാനെന്നു കഴിയും, നിന്നെപ്പോലാകാനെന്നു കഴിയും, നിന്നെപ്പോലാകാനെന്നു കഴിയും, നിന്നെപ്പോലാകാനെന്നു കഴിയും. 5 ദിവസം നീളുന്ന സുമധുരമായ ഒരു വചനധ്യാനം. 1-ാം ദിവസം നാം ധ്യാനിക്കുന്നത് വൈക്കോലിനെ കുറിച്ച്. 2-ാം ദിവസം നാം ധ്യാനിക്കുന്നത് പിള്ളക്കച്ചകളെക്കുറിച്ച്. 3-ാം ദിവസം നാം ധ്യാനിക്കുന്നത് ഇടയനെക്കുറിച്ച്. 4-ാം ദിവസം നക്ഷത്രം. 5-ാം ദിവസം പരിശുദ്ധനായ ഏകരക്ഷകനായ പൊന്നുണ്ണിയെക്കുറിച്ച്. ഈ ആദ്യത്തെ ദിവസം വൈക്കോലുമായി ബന്ധപ്പെട്ട, കച്ചിയുമായി ബന്ധപ്പെട്ട ചൊറിച്ചിലും ഭാരവും അസ്വസ്ഥതയുമൊക്കെ ഉളവാക്കുന്ന വൈക്കോലുമായി ബന്ധപ്പെട്ട ചെറിയ ചിന്തകൾ. വൈക്കോലിൽ പൂവിട്ട കാരുണ്യമേ, ചെങ്കോൽ മറന്ന രാജാവേ. ഒരിക്കൽ കൂടി ഒരുമിച്ച് പാടാം. വൈക്കോലിൽ പൂവിട്ട കാരുണ്യമേ, ചെങ്കോൽ മറന്ന രാജാവേ. നിന്നെ പോലാകാൻ എന്നു കഴിയും, വൈക്കോലിൽ പൂവിട്ട കാരുണ്യമേ, ചെങ്കോൽ മറന്ന രാജാവേ, നിന്നെപ്പോലാകാനെന്നു കഴിയും, നിന്നെപ്പോലാകാനെന്നു കഴിയും, നിന്നെപ്പോലാകാനെന്നു കഴിയും, നിന്നെപ്പോലാകാനെന്നു കഴിയും. വൈക്കോലിൽ പൂവിട്ട കാരുണ്യമേ, ചെങ്കോൽ മറന്ന രാജാവേ, നിന്നെപ്പോലാകാനെന്നു കഴിയും, നിന്നെപ്പോലാകാനെന്നു കഴിയും, നിന്നെപ്പോലാകാനെന്നു കഴിയും, നിന്നെപ്പോലാകാനെന്നു കഴിയും. നിസാരതയാണേ വൈക്കോൽ, മനുഷ്യന്റെ അവശതയാണേ വൈക്കോൽ. മനുഷ്യന്റെ നിസാരതയാണേ വൈക്കോൽ, മനുഷ്യന്റെ അവശതയാണേ വൈക്കോൽ. മനുഷ്യന്റെ നിസാരതയാണേ വൈക്കോൽ, മനുഷ്യന്റെ അവശതയാണേ വൈക്കോൽ.
ഒരിക്കൽ കൂടി പാടാം. മനുഷ്യന്റെ നിസാരതയാണേ വൈക്കോൽ. മനുഷ്യന്റെ അവശത, മനുഷ്യന്റെ അവശതയാണേ വൈക്കോൽ. അതിൽ കിടന്ന് മറുപുഞ്ചിരി തൂകിയ മിശിഹായേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു, നിന്നെ ഞാൻ ആരാധിക്കുന്നു. വൈക്കോലിൽ പൂവിട്ട, വൈക്കോലിൽ പൂവിട്ട കാരുണ്യമേ, ചെങ്കോൽ മറന്ന രാജാവേ, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാനെന്നു കഴിയും. ഇന്നത്തെ നമ്മുടെ കൊച്ചു ചിന്തകൾ വൈക്കോലിനെ കുറിച്ചാണ്. വൈക്കോൽ എന്തായിരിക്കും? കച്ചി എന്തായിരിക്കും? യെശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നത്, തീനാളത്തിൽ കച്ചി തുരുമ്പ് പോലെയും അഗ്നിജ്വാലയിൽ ഉണക്കപ്പുല്ല് പോലെയും അവരുടെ വേര് വാടിപ്പോകും. ഇപ്പൊ തീ കണ്ടാൽ കത്തിച്ചാമ്പലാകുന്ന, അഗ്നിജ്വാലയിൽ ഉരുകി ഒലിച്ചു പോകുന്ന നിസാരതയാണ് ഈ വൈക്കോൽ. മനുഷ്യന്റെ സകല ഫ്രജൈൽ നേച്ചറും ഈ വൈക്കോലിലുണ്ട്. കർത്താവ് പുലുകിയത്, കർത്താവ് സ്വീകരിച്ചത് ഈ വൈക്കോലിനെയാണ്. നമ്മുടെ എല്ലാ ദൗർബല്യവും, നമ്മുടെ എല്ലാ ഫ്രജൈൽ നേച്ചറും, അവശതയും, നമ്മുടെ അനാഥത്വവും ഈ വൈക്കോലിലുണ്ട്. അവരുടെ പുഷ്പങ്ങൾ പൊടി പോലെ പാറുമെന്നും യെശയ്യാ 5:24 പറയുന്നു. അതിനെ ഒന്നുകൂടെ നമുക്ക് കേൾക്കാം. തീനാളത്തിൽ കച്ചിത്തുരുമ്പ് പോലെയും അഗ്നിജ്വാലയിൽ ഉണക്കപ്പുല്ല് പോലെയും അവർ വാടിപ്പോവും. മനുഷ്യൻ അത്രയേ ഉള്ളൂ. അത്ര നിസാരരാ, അത്ര അവശരാ, അത്ര ദൗർബല്യമാ, ഒന്നുമില്ലായ്മയാ. ഈ ഒന്നുമില്ലായ്മയിൽ മിശിഹ വന്ന് പിറന്നുവെന്നാണ് സുവിശേഷം പറയുന്നത്. അവിടെ സംഭവിച്ച അത്ഭുതം എന്താ? നാം കേട്ടിട്ടുണ്ട്, ആകാശ മേഘരഥങ്ങളിൽ ദൂതന്മാർ പാടി, സ്വർഗീയ നക്ഷത്രങ്ങൾ പുഞ്ചിരിച്ചു, അവിടെ മാറ്റലിക്കൊണ്ട മാലാഖമാരുടെ പാട്ട് ഭൂമിക്ക് ആനന്ദമായി, സർവ്വലോകങ്ങളും പിന്നത് പാടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു കുഞ്ഞു ചോദ്യം, ആദ്യം പാട്ടുപാടിയത് ആരാ? മാലാഖമാരാണോ? ആദ്യം പാട്ട് ഏറ്റുപാടിയതാരാ? ഇടയന്മാരാണോ? ഒരിക്കലുമല്ല. വൈക്കോലിൽ കിടന്ന് ദൈവം തന്നെയായ ഉണ്ണിമിശിഹ പാടിയ പുഞ്ചിരി പാട്ടാണ് പിന്നീട് മേഘങ്ങളിലും, പിന്നീട് ദൂതന്മാരിലും, പിന്നീട് ഇടയന്മാരിലും സ്വർഗീയ നാദമായി മാറിയത്. അപ്പൊ ആദ്യം പാടിയതാരാ? ഉണ്ണിമിശിഹായ. വെറും വൈക്കോലിൽ കിടന്ന് പാടിയ ഉണ്ണിമിശിഹായാണ് ഭൂമിയിലെ അത്യത്ഭുതം. രാജകൊട്ടാരങ്ങളിൽ കഴിയുന്നവരെ നാണം കെടുത്തി, അഹങ്കാരികളെ എളിമപ്പെടുത്തി, എല്ലാം കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നവരെ നിസാരരാക്കിയിട്ട് സർവ്വലോകങ്ങളുടെയും രാജാവ് കച്ചിയിൽ കിടന്ന് ചെങ്കോലില്ലാത്ത രാജാവായി ലോകത്തെ ആകാശഭൂമികളെ വിസ്മയിപ്പിച്ചു. അവൻ്റെ നറുപുഞ്ചിരിയും അവൻ്റെ സംതൃപ്തിയുമാണ് ആദ്യത്തെ ക്രിസ്മസ് പാട്ട്. വൈക്കോൽ പാട്ട്, ക്രിസ്മസ് പാട്ടൊരു വൈക്കോൽ പാട്ട്. അതുകൊണ്ടാ ക്രിസ്മസ് പാട്ട് ഒരു വൈക്കോൽ പാട്ടാ, ഒരു കച്ചിപ്പാട്ടാ. വൈക്കോൽ പാട്ട്, ക്രിസ്മസ് പാട്ടൊരു വൈക്കോൽ പാട്ട്. വൈക്കോലിൽ കിടന്ന് നീറുന്ന നേരം വാടാതെ ഉള്ളം പാടുന്ന പാട്ട്. നമ്മളൊക്കെ വൈക്കോലിൽ കിടന്നാൽ ചൊറിഞ്ഞും അസ്വസ്ഥരായും ഭാരപ്പെട്ടും ലോകത്തെ പഴിച്ചും നാടിനെ പഴിച്ചും ആകാശങ്ങളെ പഴിച്ചും പ്രകൃതിയെ പഴിച്ചും, കച്ചി ഏത് പാടത്തുനിന്ന് വന്നോ ആ പാടത്തെയും പാടശേഖരത്തെയും പഴിച്ചും അടുത്ത് നിൽക്കുന്ന കന്നുകാലികളെ പഴിച്ചും അങ്ങനെ നെഗറ്റിവിറ്റിയുടെ നടുവിൽ കിടന്ന് നരകിക്കും. ഭാരങ്ങളുടെ നടുവിൽ കിടന്ന് ചുറ്റുപാടുള്ള നെഗറ്റിവിറ്റിയെ തോൽപ്പിക്കുന്ന ഒരു നെഗറ്റിവിറ്റി അകത്ത് സൂക്ഷിക്കും. അങ്ങനെ നമ്മൾ അങ്ങ് കത്തി അങ്ങ് ചാമ്പലായി പോകും, വെറും കച്ചിയായി പോകും നമ്മുടെ ജീവിതം. എന്നാൽ വൈക്കോലിൽ കിടക്കുന്ന സമയത്ത് ലൗകിക രാജാവ് വൈക്കോലിനെ ചെങ്കോല് പോലെ കയ്യിലെടുത്തു,
സ്നേഹക്കമ്പളം പോലെ മാറോട് ചേർത്തും വെച്ചു. അതുകൊണ്ടാണ് വൈക്കോൽ പാട്ടാണ് ക്രിസ്മസ് പാട്ട്. വൈക്കോലിൽ കിടന്ന് നീറുന്ന നേരം വാടാതെ ഉള്ളം പാടുന്ന പാട്ട്. കൂടെ ഒന്ന് ശാന്തമായിട്ട് പാടിക്കേ. വൈക്കോൽ പാട്ട്, വൈക്കോൽ പാട്ട്, ക്രിസ്മസ് പാട്ട്, ഒരു വൈക്കോൽ പാട്ട്. കൂടെ ഒന്ന് പാടിക്കേ. വൈക്കോൽ പാട്ട്, വൈക്കോൽ പാട്ട്, ക്രിസ്മസ് പാട്ട്, ഒരു വൈക്കോൽ പാട്ട്. വൈക്കോലിൽ കിടന്ന് നീറുന്ന നേരം വാടാതെയുള്ളം പാടുന്ന പാട്ട്. വൈക്കോലിൽ കിടന്ന് നീറുന്ന നേരം വാടാതെയുള്ളം പാടുന്ന പാട്ട്. നമുക്കൊന്ന് ഒരുമിച്ച് പാടിയാലോ? ഈ ധ്യാന ചിന്ത മനസ്സിൽ ഉറപ്പിച്ച്, ഒരു നിലാത്തിരി പോലെ കത്തിച്ച്, ഒരു പൂത്തിരി പോലെ ഓമനിച്ച്, ഒരു ക്രിസ്മസ് ആനന്ദത്തിൽ പാടിയാലോ? വൈക്കോൽ പാട്ട്, വൈക്കോൽ പാട്ട്, ക്രിസ്മസ് പാട്ട്, ഒരു വൈക്കോൽ പാട്ട്. വൈക്കോൽ പാട്ട്, വൈക്കോൽ പാട്ട്, ക്രിസ്മസ് പാട്ട്, ഒരു വൈക്കോൽ പാട്ട്. വൈക്കോൽ പാട്ട്, വൈക്കോൽ പാട്ട്, ക്രിസ്മസ് പാട്ട്, ഒരു വൈക്കോൽ പാട്ട്. വൈക്കോലിൽ കിടന്ന് നീറുന്ന നേരം പാടാതെയുള്ള പാടുന്ന പാട്ട്. വൈക്കോലിൽ കിടന്ന് നീറുന്ന നേരം പാടാതെയുള്ള പാടുന്ന പാട്ട്. ഉണ്ണിയേശു പാടിയ പാട്ട്, പുഞ്ചിരിച്ചു പാടിയ പാട്ട്. ഉണ്ണിയേശു പാടിയ പാട്ട്, പുഞ്ചിരിച്ചു പാടിയ പാട്ട്. പാടിക്കോ. ഉണ്ണിയേശു പാടിയ പാട്ട്, പുഞ്ചിരിച്ചു പാടിയ പാട്ട്. ഉണ്ണിയേശു പാടിയ പാട്ട്, പുഞ്ചിരിച്ചു പാടിയ വൈക്കോൽ പാട്ട്. വൈക്കോൽ പാട്ട്, വൈക്കോൽ പാട്ട്, ക്രിസ്മസ് പാട്ട്, ഒരു വൈക്കോൽ പാട്ട്. വൈക്കോൽ പാട്ട്, വൈക്കോൽ പാട്ട്, ക്രിസ്മസ് പാട്ട്, ഒരു വൈക്കോൽ പാട്ട്. വൈക്കോലിൽ കിടന്ന് നീറുന്ന നേരം പാടാതെയുള്ള പാടുന്ന പാട്ട്. വൈക്കോലിൽ കിടന്ന് നീറുന്ന നേരം പാടാതെയുള്ള പാടുന്ന പാട്ട്. വൈക്കോലിൽ കിടന്ന് നീറുന്ന നേരം പാടാതെയുള്ള പാടുന്ന പാട്ട്. ജോബിന്റെ പുസ്തകത്തിൽ, നമുക്കെല്ലാം പരിചിതമായ ജോബിന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 7-ാമതൊരു വാക്യമുണ്ട്. ജോബിന്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യം. ഈ കച്ചി ചിന്തകളുമായി, ഈ വൈക്കോൽ ചിന്തകളുമായി ചേർന്ന് പോകുന്നൊരു വചനമാണ്. നമുക്ക് ആ വചനം ഒന്ന് കേൾക്കാം. നിന്റെ ആരംഭം എളിയതായിരുന്നുവെങ്കിൽ തന്നെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കും. നിന്റെ ആരംഭം എളിയതായിരുന്നെങ്കിൽ തന്നെ, കച്ചിയിലാണ് നീ പിച്ച വെച്ച് തുടങ്ങിയതെങ്കിലും നിന്റെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കും. ഈ വചനം നമുക്ക് ആവർത്തിക്കാം. നിന്റെ ആരംഭം എളിയതാണെങ്കിൽ തന്നെയും നിന്റെ ആരംഭം എളിയതാണെങ്കിൽ തന്നെയും നിന്റെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കും. നിന്റെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കും. യെശയ്യായുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 7-ാമത് ഒരു വാക്യമുണ്ട്. ഒരു ശിശു അവരെ നയിക്കും, പശുവും കരടിയും ഒന്നിച്ചു മേയും, അവരുടെ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് കിടക്കും. സിംഹം കാളയെപ്പോലെ പുല്ലു തിന്നും. സിംഹം കാളയെപ്പോലെ പുല്ലു തിന്നും എന്ന് വെച്ചാൽ, നിന്നെ കച്ചി തീറ്റിച്ചവർ കച്ചി തിന്നും, നിന്നെ പുല്ല് തീറ്റിച്ചവർ പുല്ല് തിന്നും, നിന്നെ തീ തീറ്റിച്ചവർ തീ തിന്നും. ക്രിസ്മസ് വെറും ഒരു ലാളിത്യവും വെറും ഒരു എളിമയും മാത്രമല്ല. ക്രിസ്മസ് ഒരു ശക്തി കൂടെയാ. നിന്നെ കച്ചി തീറ്റിച്ചവർ കച്ചി തിന്നും. ക്രിസ്മസിനെ കുറിച്ചുള്ള യെശയ്യായുടെ സ്വപ്നം അതാ.
ഒരു ശിശു, ഒരു കൊച്ചു പൈതൽ ലോകത്തെ മുഴുവൻ നയിക്കും. പശുവും കരടിയും ഒന്നിച്ച് മേയും. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കിടക്കും. നിങ്ങളെ എല്ലാം തീ തിരിച്ച സിംഹമുണ്ടല്ലോ, ഓടിച്ച് വീഴിച്ച സിംഹമുണ്ടല്ലോ, നിങ്ങളെ ഈ കിലോമീറ്റർ ഓടിച്ച സിംഹമുണ്ടല്ലോ, നിങ്ങളുടെ നെഞ്ചിലെ പുക കണ്ട് ആനന്ദിച്ച സിംഹമുണ്ടല്ലോ, അത് കാളയെപ്പോലെ പുല്ല് തിന്നും, കാളയെപ്പോലെ കച്ചി തിന്നും. ഇതാണ് ഈ കച്ചിയുടെ സ്വർഗീയ ട്രാൻസെൻഡൻസ്. നീ കച്ചിയിൽ കിടന്ന് ആരംഭിച്ചാൽ, നീ കച്ചിയെ സ്നേഹിച്ചു തുടങ്ങിയാൽ, നിന്റെ അവശതയും നിന്റെ നിസാരതയും ദൈവത്തിന് കൊടുത്തു തുടങ്ങിയാൽ, നിന്റെ ആരംഭം വളരെ നിസാരം. എല്ലാവരും അവഗണിച്ചു, എല്ലാവരും മാറ്റി നിർത്തി. ഒരു 10 പൈസയുടെ വില നിനക്ക് കിട്ടിക്കാണില്ല, പക്ഷേ വാനോളം ഉയർന്ന ഒരു സാന്നിധ്യം നീ കാണും. വൈക്കോലിൻ ശയ്യ ശീലിച്ചവനാണേ, ശൈശവ നൊമ്പരമറിഞ്ഞവനാണേ, ശോകങ്ങളിൽ ശരീരം മൊളിയവനാണേ, ക്രിസ്തുവായി മാറിയ രക്ഷകൻ. ആ വരിയൊന്ന് കേട്ടെ. വൈക്കോലിൻ്റെ ശയ്യ ശീലിച്ചവനാണ്, ശൈശവ നൊമ്പരം, കുഞ്ഞുനാളിൽ ഒരുപാട് മുറിവേറ്റവനാണ്. ആരും ഒന്നും തന്നില്ല, കാലാവസ്ഥ പോലും പ്രതികൂലമായിരുന്നു. എങ്കിലും ശൈശവ നൊമ്പരം അറിഞ്ഞവനാ, ശോകങ്ങളിൽ ശരീരം പാടിയവനാ. ശരീരം പാട്ട്, ശോകങ്ങളിൽ ശരീരം പാടിയവനാണേ, ക്രിസ്തുവായി മാറിയ രക്ഷകൻ. വൈക്കോലിൻ ശയ്യ ശീലിച്ചവനാണേ, ശൈശവ നൊമ്പരം അറിഞ്ഞവനാണ്, ശോകങ്ങളിൽ ശരീരം. പ്രിയപ്പെട്ട കുഞ്ഞെ, ഈ ക്രിസ്മസിൻ്റെ ആദ്യ ധ്യാന ദിവസം നീ ശോകങ്ങളിൽ ശരീരം പാട്ടുപാടാൻ തുടങ്ങിയാൽ, നിന്റെ കണ്ണീരിൻ്റെ വൈക്കോലിൽ കിടന്ന് പാട്ടുപാടാൻ തുടങ്ങിയാൽ, ഒരു ക്രിസ്മസ് നിന്റെ ചങ്കിനകത്ത് വന്ന് വസിക്കും. നമുക്ക് ഒരുമിച്ച് പാടാം. വൈക്കോലിൻ ശയ്യ, വൈക്കോലിൻ ശയ്യ ശീലിച്ചവനാണ്, ശൈശവ നൊമ്പരമറിഞ്ഞവനാണ്, ശോകങ്ങളിൽ ശരീരം മുളിയവനാണ്, ക്രിസ്തുവായി മാറിയ രക്ഷകൻ. വൈക്കോലിൻ ശയ്യ ശീലിച്ചവനാണ്, ശൈശവ നൊമ്പരമറിഞ്ഞവനാണ്, ശോകങ്ങളിൽ ശരീരം മുളിയവനാണ്, ക്രിസ്തുവായി മാറിയ രക്ഷകൻ. നമുക്കൊരിക്കൽ കൂടി ഹൃദയത്തെ, നമുക്കൊരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ കച്ചിയെയും വൈക്കോലിനെയും, നമ്മൾ അനുഭവിക്കുന്ന അവശതയും നിസാരതയും ദൈവത്തിന് കൊടുക്കാം. പുൽക്കൂട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ഒന്നാന്തരം പട്ടുമത്ത നമ്മുടെ അവശതയാണ്, നമ്മുടെ നിസാരതയാണ്. അത് കൊടുത്തിട്ട് വൈക്കോലിൽ ശയ്യ ശീലിച്ചവൻ പിന്നീട് കരഞ്ഞില്ല, കച്ചിയിൽ കിടക്കുന്നവൻ പിന്നെ കുരിശിൻ്റെ മുമ്പിലും കരഞ്ഞില്ല. നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി പാടാം. വൈക്കോലിൻ ശയ്യ ശീലിക്കാൻ, ശൈശവ നൊമ്പരത്തെ വാഴ്വാക്കി മാറ്റാൻ, ശോകങ്ങളിൽ ശരീരം പാടാൻ ഒരു പുത്തൻ അഭിഷേകം. വൈക്കോലിൻ ശയ്യ ശീലിച്ചവനാണ്, ശൈശവ നൊമ്പരമറിഞ്ഞവനാണ്, ശോകങ്ങളിൽ ശരീരം മൊളിയവനാണ്, ക്രിസ്തുവായി മാറിയ രക്ഷകൻ. വൈക്കോലിൻ ശയ്യ ശീലിച്ചവനാണ്, ശൈശവ നൊമ്പരമറിഞ്ഞവനാണ്, ശോകങ്ങളിൽ ശരീരം മൊളിയവനാണ്, ക്രിസ്തുവായി മാറിയ രക്ഷകൻ. അപ്പോൾ കർത്താവ് ദൈവത്തിൻ്റെ ഏകജാതനായി അത്ഭുത ശിശുവായി തുറന്നുവെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കുന്നതിനപ്പുറം കച്ചിയിൽ നിന്നും അവൻ വാനിലേക്ക് ഉയർന്നു എന്ന് ചിന്തിച്ചാൽ എന്തൊരു അതിശയമാണ്. കേവലം കച്ചിയിൽ പിറന്നവന് ഈ ഭൂമിയെ മുഴുവൻ കച്ചിയെപ്പോലെ ഉള്ളിലൊതുക്കാൻ കഴിയുന്ന അപാര ദൈവപുത്രനായി വളരാൻ കഴിഞ്ഞു. ആബാപിതാവിൻ്റെ ഏകജാതൻ ചെങ്കോലും കൊണ്ടുവന്ന് പിറന്ന് എല്ലാവരെയും ശക്തിയുടെ കാൽ കീഴിൽ ഒതുക്കുകയല്ല, പിന്നെയോ കച്ചിയിൽ നിന്ന് ആരംഭിച്ച് അവൻ ആകാശമേഘരഥങ്ങളിലേക്ക് ഉയരുകയാണ്. ഇതൊരു മഹാസാധ്യതയാണ്. ഇറ്റ്സ് എ ഹൈ പ്രോബബിലിറ്റി ടു എവ്രി വൺ ഓഫ് യു. എല്ലാവർക്കും ഒരു സാധ്യതയാണ്. നിന്റെ ആരംഭം എളിയതായിരുന്നെങ്കിൽ തന്നെ നിന്റെ അന്ത്യദിനങ്ങൾ മഹത്തായിരിക്കും. ജോബിൻ്റെ പുസ്തകം 8:7. ജോബിൻ്റെ പുസ്തകം 8:7. 2 കരങ്ങളും നെഞ്ചിൽ വെച്ചേ. നിന്റെ ആരംഭം എളിയതാണെങ്കിലും അന്ത്യദിനം മഹത്തായിരിക്കും.
നിന്റെ ആരംഭം എളിയതാണെങ്കിലും അന്ത്യദിനം മഹത്തായിരിക്കും. രണ്ട് കരവും നെഞ്ചിൽ വെച്ച് കാവുന്നത് പോലൊന്ന് പാടിക്കേ. നിന്റെ ആരംഭം എളിയതാണെങ്കിലും അന്ത്യദിനം മഹത്തായിരിക്കും. നമ്മുടെ ആത്മാവിനോട് തന്നെ പറ, നിന്റെ ആരംഭം എളിയതാണെങ്കിലും അന്ത്യദിനം മഹത്തായിരിക്കും. കുഞ്ഞെ, നീ കടന്നു പോകുന്ന കച്ചി അനുഭവങ്ങൾ, വൈക്കോൽ അനുഭവങ്ങൾ, അവശതയുടെയും പരവേശത്തിൻ്റെയും ഭാരത്തിൻ്റെയും നിസാരതയുടെ അനുഭവങ്ങൾ എത്ര ശക്തമാണെങ്കിലും നിന്റെ ആരംഭം എളിയതാണെങ്കിലും അന്ത്യദിനം മഹത്തായിരിക്കും. ഒരുമിച്ച് പാടാം. നിന്റെ ആരംഭം എളിയതാണെങ്കിലും അന്ത്യദിനം മഹത്തായിരിക്കും. അങ്ങനെ ഇന്ന് നമ്മുടെ ഒന്നാമത്തെ ദിവസം നമ്മുടെ അവശതയും നമ്മുടെ നിസാരതയും പുൽക്കൂട്ടിലെടുത്ത് വയ്ക്കാം. നമുക്ക് കൊടുക്കാനുള്ളത് ഒരു കൈക്കുടന്ന കച്ചി അനുഭവങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നിസാരത, നമ്മുടെ അവശത, നമ്മുടെ ഏറ്റവും ദൗർബല്യങ്ങൾ, അവ പുൽക്കൂട്ടിൽ കാഴ്ചവെക്കുമ്പോൾ എന്നിലെ എന്നെ ഞാൻ കച്ചിയിൽ വച്ചിടാം, കച്ചയില്ലാത്തൊരു കുഞ്ഞു പോലെ, ഒരു എച്ചുകെട്ടലുമില്ലാതെ, ഒരു ഉടുതുണിയുമില്ലാതെ, ഒരു കച്ചയും ഒരു മറവും മറയ്ക്കാനൊന്നുമില്ലാത്ത, ഉടുക്കാൻ ഒരു കച്ചയും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ പോലെ, ഉണ്ണി കിടക്കും പോലെ എന്നിലെ എന്നെ, നമ്മുടെ ഉള്ളിലെ ജീവിതത്തെ കച്ചിയിൽ കൊണ്ടുവെക്കാം, ഒരു മറയുമില്ലാതെ. നമുക്ക് ഒരുമിച്ച് പാടിയാലോ? എന്നിലെ എന്നെ ഞാൻ കച്ചിയിൽ വച്ചിടാം, കച്ചയില്ലാത്തൊരു കുഞ്ഞു പോലെ. ഒരിക്കൽ കൂടി. എന്നിലെ എന്നെ ഞാൻ കച്ചയിൽ വച്ചിടാം, കച്ചയില്ലാത്തൊരു കുഞ്ഞു പോലെ. നമുക്ക് കരങ്ങൾ കൂപ്പാം. ഒരു കൊച്ചു സുഹൃത ജപം. ഒന്നാം ദിവസം. കർത്താവേ, എൻ്റെ വൈക്കോൽ അനുഭവങ്ങളെ വാനിലെ നക്ഷത്രങ്ങൾ പോലെ ആക്കണമേ. കർത്താവേ, എൻ്റെ വൈക്കോൽ അനുഭവങ്ങളെ വാനിലെ നക്ഷത്രങ്ങൾ പോലെ ആക്കണമേ. നമ്മുടെ കർത്താവ് ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ വൈക്കോൽ അനുഭവങ്ങളെ, നിസാരതയെ, അവശതകളെ വാനിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളാക്കാൻ നിങ്ങൾക്ക് ശക്തി നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വൈക്കോലിൽ പൂവിട്ട കാരുണ്യമേ, ചെങ്കോൽ മറന്ന രാജാവേ, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാനെന്നു കഴിയും. വൈക്കോലിൽ പൂവിട്ട കാരുണ്യമേ, ചെങ്കോൽ മറന്ന രാജാവേ, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാൻ